ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് റെസിപ്പീസ് ഉണ്ടാവേ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബ്രിഞ്ചലില്ലേ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടോക്ക്. നമ്മുടെ ഒരു പൊരിക്കില്ല 45 കൊല്ലമെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം ഉണ്ടാക്കിയ ബാത്റൂമെല്ലാം ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടോക്കെ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മളെ ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു കറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു വലിയൊരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എടുക്കുക. അതേപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടും ഒന്നിങ്ങനെ ഉള്ളിയെല്ലാം ഫ്രൈ ആയിട്ടും തക്കാളിയെല്ലാം നല്ലോണം വെന്ത് റെഡി ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അതല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്നിച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നമുക്കിത് സാധാരണ നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ വഴണ്ടി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട. നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കിത് കാണും. ഇതെല്ലാം നല്ലോണം വെന്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുന്നില്ലേ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലോണം സമയം ലാഭിക്കാനും കഴിയും. അപ്പോൾ ഉള്ളി വഴറ്റുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ എല്ലാം ഒന്നിച്ച് നമുക്കിത് വഴറ്റി കിട്ടുകയും ചെയ്യും. ചിക്കനോ ബീഫോ മട്ടനോ എന്ത് വെക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്തെടുക്കലാണ്. ഓരോന്നായിട്ട് ചെയ്തെടുക്കലില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സമയം ലാഭവും കിട്ടും. ചെറിയ മക്കളെല്ലാം ഉമ്മമാർക്ക് നമുക്ക് ഓരോന്നിനായിട്ട് ഇങ്ങനെ മെനക്കെടാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം നടക്കുകയും വേണം, എന്നാൽ പെട്ടെന്ന് ആവും വേണം. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഈസിയാണ്. പുള്ളി നിങ്ങൾ കണ്ടില്ല നല്ലോണം വഴണ്ടിയിട്ട് എല്ലാം ഒന്നും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീനി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്താക്കാം, ചെമ്മീൻ ഞാൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് മുളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി, 2 കൂടിയിട്ട് ഒരു 1/4 ടീസ്പൂണോ മറ്റും മതി. അതും അതേപോലെ തന്നെ കണക്കിന് ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്രയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ നൽകി കൊടുക്കുക. നമുക്കന്ന് കൊഞ്ചനാന്ന് കിട്ടിയിട്ടുണ്ടായത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കട്ടാക്കിയിട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ ഈസി ആയിരിക്കും. ഞാനിപ്പോൾ കട്ടാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിന്. നിങ്ങൾക്ക് കട്ടാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മസാലയ്ക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാണ്. നിങ്ങൾ ഒരു ഉള്ളിയെല്ലാം ഇട്ട ടൈമില്ലേ എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത ആ ഒരു ടൈമില്ലേ ആ ഒരു ടൈമിൽ തന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. എനിക്ക് മറന്നുപോയതാണ്. അപ്പോൾ ഇതിലേക്ക് കണക്കിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്താക്കുക, ഇത് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെമ്മീനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വരും. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ മറ്റും വെള്ളം ഒഴിച്ചു കൊടുത്താലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഒരു അരപ്പ് റെഡിയാക്കുമല്ലോ, അപ്പോൾ അതിന് ആ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് രാത്രിയിലേക്കുള്ള കറിയാണ്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ചോറ് വാടാന്ന് ഞാനിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. രാത്രിയാകുമ്പോൾ നമുക്ക് പിന്നെ ചില സമയത്ത് അത് നടക്കണം എന്നില്ല. നമ്മത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചില സമയത്ത് നടക്കില്ല. തുവാമോളോ ആദമിൻ്റെയോ എന്തെങ്കിലും ചില കാര്യങ്ങളെല്ലാമായിട്ട് അതങ്ങനെ പോകും. ഇപ്പോൾ സമയം പിന്നെ ഇങ്ങനെ പോകുന്നതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് അപ്പോൾ എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വാടെന്ന് തോന്നുന്നു ഈ ഒരു കറി ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്കില്ലേ പച്ചമുളക് അധികമൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് മാറ്റി വെച്ചിന്. ഇനി ഇപ്പുറത്തെ പാനിലായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ, ചെറിയൊരു മുറി തേങ്ങ എടുത്തിന്. അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിന്. തേങ്ങ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ പെരിഞ്ചീരകം ഇല്ലേ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പാക്കൊന്നും അധികം ഇങ്ങനെ ജീരകത്തിന് മണം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പിന്നെ നമുക്ക് ഈ ചെമ്മീൻ്റെ എല്ലാം കറിയാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ എടുത്ത് നോക്കുമ്പോൾ അല്ലേ നല്ല രസം. അപ്പോൾ അതുകൊണ്ടും കൂടി ഞാൻ ഇതിലേക്ക് ജീരകമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല.
കുറച്ച് മുളപ്പൊടി നമുക്ക് ഇതിലേക്ക് എത്രയാണോ കളർ വേണ്ടത് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുളപ്പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളപ്പൊടി 1 ടീസ്പൂണ് മറ്റേ മല്ലിപ്പൊടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈം വരെ ഇളക്കി കൊടുക്കുക. പിന്നൊരു കാര്യം നമ്മളെ തേങ്ങ നല്ലോണം ചൂടായിട്ടുണ്ടാവും, ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടാവും. പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ അധികം കുറേ സമയം ഇട്ടിട്ട് ഇളക്കി കൊടുക്കണ്ട. ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുമ്പോൾ നമ്മളെ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ഞാൻ നമ്മൾ ആ ഒരു തേങ്ങൻ്റെ ആ ഒരു മിക്സിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിനി. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞിട്ട് ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിനി. ഇനി ഇത് ചൂടാറിയിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, അരച്ചിട്ട് ഈ ഒരു ചെമ്മീൻ്റെ കൂട്ടിലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ഞാൻ ചെറുതായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഒന്ന് തള വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് 1 കപ്പോ 1.5 കപ്പോ എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, ചെമ്മീൻ്റെ ഇതുപോലെ കറി വെക്കുന്ന ടൈമിൽ ചെമ്മീൻ്റെ തല ഉണ്ടാകുന്നില്ല, അത് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതേ കറിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒരു കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചെമ്മീൻ്റെ തലയൊന്നും കളയണ്ട, അതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കറിയെല്ലാം ചെറുതായിട്ട് തള വന്നിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഫുള്ളൊന്ന് തിളച്ചിട്ടായിട്ട് കുറച്ച് മല്ലിച്ചപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ കരച്ചപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി, കൂടുതലും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്മീനെല്ലാം നമ്മൾ മുന്നേ കുക്ക് ചെയ്തതല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കവറെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിന്. പുറത്തും ഉള്ളിലെല്ലാമായിട്ട് ഓരോ ചാക്ക് വെച്ച് കൊടുക്കലുണ്ട്. ഇത് മീനിൻ്റെ പാലിൻ്റെ കവറെല്ലാം പുറത്തലത്തെ ചാക്കിൽ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നതെല്ലാം കവർ ഉണ്ടാകുന്നില്ല, അത് ഉള്ളിലത്തെ ചാക്കിൽ ഇട്ട് കൊടുക്കും. അന്ന് തന്നെ തേങ്ങ പറിക്കാൻ ആളും വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ കണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ ആദമിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഞങ്ങളുടെ കമ്മിറ്റ് എന്തെല്ലോ സൗണ്ട് ആക്കുന്നതാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബാത്റൂം. ഇപ്പോൾ ഒരു കെട്ടുന്ന ടൈമിൽ തന്നെ ആക്കിയതാണ്. 45 കൊല്ലമെല്ലാം ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ആ ഒരു ടൈലില്ലേ, അത് ഇങ്ങനെ ഗ്രിപ്പില്ല, ഭയങ്കരത്തിൽ ജാരുന്നു. ഇത് ഉമ്മ പോകുന്ന ബാത്റൂമാണ്. അപ്പോൾ പിന്നെ ഡേഞ്ചർ അല്ലേ, നല്ലോണം ഇങ്ങനെ ജാരുമ്പോൾ അത് ഒരു പേടി തന്നെയല്ലേ. അത് അങ്ങനെ ആകുമ്പോൾ ഗ്രിപ്പില്ലാതാകുമ്പോൾ നമുക്കൊരു പേടി തന്നെയല്ലേ ബാത്റൂമിൽ. അപ്പോൾ അത് കുറേ നാളായി മാറ്റണം എന്നല്ല വിചാരിക്കുന്നത്. ഈ ഒരു ടൈലില്ലേ, ഉപ്പ പണ്ട് ദുബൈയിൽ നിന്ന് അങ്ങനെ കണ്ടെയ്നർ ഇട്ടതാണ്. അപ്പോൾ അത്രയും കൊല്ലമായി ഈ ഒരു ടൈലിന്, അങ്ങനെ ഒന്നും ആയിട്ടൊന്നും ഉണ്ടായിട്ടാ. പിന്നെ കുറേ കൊല്ലമായി. പിന്നെ ഇപ്പോൾ വലിയ ടൈലല്ല വരുന്നത്, അപ്പോൾ അത് മേങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൈപ്പ് ഷവർ എല്ലാം മേങ്ങീന്. അപ്പോൾ അത് ഇൻഷാ അള്ളാ ഞാൻ ഫിറ്റാക്കിയിട്ടായിട്ടും എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് മേങ്ങിയത്. ആർക്കേണ്ട സാധനമാണിത്. നല്ല വെയിറ്റ് ഉണ്ടാവുക, ഇങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല. പരമാവധി ശക്തി കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത്രക്കും നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് ഷവർ. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളും ടൈലും എല്ലാം മേങ്ങീന്. അപ്പോൾ ഇത് പകുതി പണിയെല്ലാം ആയിട്ടുണ്ട്. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ തേപ്പും കാര്യങ്ങളും, ടൈലെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ തേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിന്. അതാണ് ടൈല്. നല്ല കളറാണ്. ഇൻഷാ അല്ലാ ഞാൻ കാണിച്ചു തരാം. അത് ഇടുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നുള്ളതില്ലേ, ഞാൻ ചെമ്മീൻ കറീൻ്റെ റെസിപ്പി കാണിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പം അന്ന് നമുക്ക് ചെമ്മീൻ വറവും ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ്. അങ്ങനെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഫോണിൽ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല നല്ല കാര്യങ്ങളായതുകൊണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളെ ബ്രിഞ്ചലില്ലേ, വഴുതനങ്ങ, അതാണ്. അപ്പോൾ അത് കറിയും ആക്കുന്നുണ്ട്. അതിൻ്റെ ചട്നിയോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിൽ പറയാം, അതും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വഴുതനങ്ങയില്ലേ, ഇത് കട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ സാധാരണ പച്ചക്കറിക്കാവുന്ന പോലെയൊന്നുമല്ല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചാലും മതി. അതല്ലെങ്കിൽ നൂറുണ്ടാകുന്നില്ലേ, ഈ നൂറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ. നൂറ് എന്ന് പറയുന്ന പിന്നെ ഈ എന്ത് പറയേണ്ട വെത്തലക്കെല്ലാം കൂട്ടുന്ന നൂറ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത്
കുറച്ച് ഒരു നുള്ളെടുത്തിട്ട് അതും ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്ലീനായിട്ട് കിട്ടും. തേങ്ങ ചേരുന്ന സമയത്തിൽ എൻ്റെ കൈ ആ ഗ്രൈൻഡറിൻ്റെ കുടുങ്ങിയിട്ട്, ഗ്രൈൻഡറല്ല, ആ തേങ്ങ ചേരുന്നൊരു സംഭവമില്ലേ, അതിലേക്ക് കുടുങ്ങിയിട്ട് കൈ പഞ്ചറായിട്ടാണെന്നുള്ളത്. വെള്ളം കൊള്ളാനല്ല കൊള്ളാതിരിക്കാനല്ലാത്ത ഒരവസ്ഥയിലുണ്ടത്. അപ്പം എന്നെ കാണിച്ചില്ലെങ്കിൽ ഒരു TTM എടുത്തില്ലെങ്കിൽ കുറേ ടീനോ എന്തോ, പക്ഷേ ഇത് കുറേ ദിവസമായി. ഇപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വേദന കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഞാനിപ്പോൾ എന്താ പറയണ്ട, ഒന്ന് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് റൗണ്ടിൽ കട്ടാക്കിന്. അപ്പോൾ അത് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ. അതും അല്ലാതെ ഇല്ലേ, ഇത് കട്ടാക്കുന്ന ടൈമിലാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. സാധാരണ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്, അതല്ലാതെ ഞാൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ചട്നി കാണിച്ച് തരുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താക്കുക, ഉപ്പ് മാത്രം ഇട്ട് വെക്കുക. 100 ഉണ്ട്, പക്ഷെ അത് മുന്നേ മേങ്ങിയതാണ്, ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ രണ്ടും നല്ലോണം ക്ലീൻ ആക്കിയിട്ട് എടുത്തിന്. വട്ടത്തിൽ നമ്മൾ കട്ടാക്കിയിട്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിന്. ബാക്കിയുള്ളതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് വെള്ളം ഇത്ര ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്ക് ഉപ്പ പീടിയേക്ക് പോയിട്ടുണ്ടായിന് നല്ല നാടൻ മാങ്ങ, നമ്മളെ കപ്പായി മാങ്ങയില്ലേ, അത് പീടിയയിൽ വന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതുപോലെ കടിച്ചു തിന്നാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും ഓരോന്നും മാങ്ങ തിന്ന്. ആരെങ്കിലും ഷോപ്പിലേക്ക് പറിച്ചിട്ട് കൊടുക്കുന്നതോ എങ്ങനെയെന്നറിയില്ല, നല്ല നാടൻ മാങ്ങയാണ്. പിന്നെ നമ്മൾ ആ ഒരു വഴുതനങ്ങ, ഉള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടേ. അങ്ങനെ അതിപ്പോൾ ഇവിടെ നല്ല അടിപൊളി റെഡിയായി. നല്ലൊരു തള വന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഒരു സംഭവം ഉള്ളത്, നമ്മൾ ഒരു വട്ടത്തിൽ കട്ടാക്കിയിട്ടുണ്ടായിട്ട് അത് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്തിരി സംഭവം ഇട്ടിട്ട് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നല്ലോണം ഫ്രൈ ആക്കണം എന്നില്ല, കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് മാറ്റിയാൽ മതി. പിന്നെ അതിലേക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ, പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി, ഉപ്പ്, കുറച്ച് പുളി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് നമ്മൾ ഈ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായ വഴുതനങ്ങ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസറിട്ടിട്ട് 2-3 വട്ടം ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അതിലേക്ക് കടുവും വറ്റൽമുളകും കറിച്ചപ്പില ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ താളിച്ചെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വിചാരിക്കുന്നേക്കാളും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ചോറെല്ലാം വെച്ചിട്ട് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ അന്ന് വൈകുന്നേരം ഇളയപ്പാനട പോയിട്ടുണ്ടായിന്. പോയിട്ട് വരുമ്പോൾ ഒരു 7-8 മണിയെല്ലാം ആയിട്ടുണ്ടായിന്. ഒരു ഹോസ്പിറ്റലിലേക്കെല്ലാം പോയിട്ട് വന്നിട്ട് എത്തിനത്രയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക്. പിന്നെ ഇളയപ്പാലെല്ലാം ഗൾഫിൽ പോയിട്ടുണ്ടായിന്. അങ്ങനെ ഓരോ വന്നിട്ടാകുമ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ രാത്രി വന്നിട്ട് അന്ന് നമുക്ക് പുറത്ത് നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ഉപ്പാവും പിള്ളമാരെല്ലാം ഷവർമ കഴിച്ചിട്ടുണ്ടായിന്. അപ്പം വന്നിട്ടായി നമുക്കുള്ള ഫുഡ് ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കാണുന്നത് പിറ്റേ ദിവസമാണ്. അന്ന് നമ്മൾ ഇളയപ്പാൻ്റെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കൽത്തപ്പം ട്രൈ ആക്കിയിട്ടുണ്ടായി. അത് കട്ട ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് കുക്കർ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം ഫ്ലോപ്പായിട്ടുണ്ട് എന്നെല്ലാം. നല്ലോണം അടിയിൽ പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് പെട്ടെന്ന് ഇളകിയിട്ട് ഈ ഒരു അടിക്ക് പിടിച്ചതിൽ പെട്ടെന്ന് ഇളകിയിട്ട് പോകണ്ടേ. അപ്പോൾ അത് പോകാനുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ കാണുന്നുള്ളത്. 1.5 ട്രിക്കായിപ്പോയി. അതെല്ലാം വരച്ചിട്ട് ഫുള്ള് മൊത്തത്തിൽ നമ്മൾ തവയിലേക്കെല്ലാം തെറിച്ചിട്ട് ഡബിൾ പണിയായി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമ്മൾ മേലെല്ലാം തെറിച്ചു പോകുമല്ലോ. അപ്പം നടുക്കായിട്ട് നല്ലോണം ഇങ്ങനെ കത്തിക്കരിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് അതങ്ങനെ തന്നെ വെക്കാം. നല്ലോണം ചൂടാറിയിട്ടാകുമ്പോൾ ഒരിച്ച് കഴിയാൻ മതി. അങ്ങനെ രാവിലത്തെ ചായ കൂടി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഉച്ചക്കത്തേക്ക് ചോറിന് വെള്ളം എടുക്കുമ്പോൾ അന്ന് എങ്ങനെ ഓണാകുന്നില്ല മോട്ടർ. അപ്പം പണി ചോദിച്ചു, ഒപ്പം എന്തോ സ്റ്റാർട്ടറിന് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്താക്കല്, ചോറിന് വെക്കാനുള്ള വെള്ളം ഇല്ല. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് ഫുഡ് വേണ്ടേ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ചോറില്ലാതെ ഉച്ചക്കത്തേക്ക് അന്ന് നമ്മൾ അപ്പവും കറിയെല്ലാം ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഉണ്ടായിന് കുറച്ച് ചുടാനുള്ളത്. അപ്പോൾ ചപ്പാത്തിയും അതേപോലെ തന്നെ പത്തൽ, ചിക്കൻ കറി അങ്ങനെയെല്ലാം അന്ന് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായത്. ചോറില്ലാതെക്കുമ്പോൾ എല്ലാവർക്കും ചോറ് തന്നെ വേണം, അല്ലെങ്കിൽ അപ്പോലെല്ലാം കാണുമ്പോൾ അപ്പവും തോന്നലുണ്ട്. ചോറില്ലാത്ത കാണുമ്പോൾ പിന്നെ അർമാനെല്ലാം നല്ല ഇഷ്ടമാണ് ചോറിന്. രാത്രി കൊടുത്തെങ്കിലും ആവും എനിക്ക് ചോറ്. അപ്പോൾ അതുകൊണ്ട് ഓർക്കെല്ലാം ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിന്. പിന്നെ ചപ്പാത്തിയെല്ലാം ഇഷ്ടമാണ്, അതിപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഒപ്പിച്ച്. അപ്പോൾ അന്ന് നമ്മൾ കാതറിച്ചുണ്ടായിന്. കുറച്ച് കിച്ചൺ സൈഡ് കുറച്ച് നല്ലോണം മാങ്ങയെല്ലാം പിടിച്ചിട്ടുണ്ടായിന്. എപ്പോഴും പിടിക്കുന്നത്ര ഉണ്ടായിട്ടാ, എന്നാലും കുറച്ചെല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം പറിച്ചതാണ്. പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് എൻ്റെ. അപ്പോൾ അതിൻ്റെ തേപ്പിൻ്റെ പണിയെല്ലാം ആയിട്ടുണ്ട്.
ഇനിയുണ്ട് കുറേ പണിയെല്ലാം ബാക്കി. അങ്ങനെ പണിക്കാരെല്ലാം പോയിട്ടായിട്ട് പിന്നെ നമുക്കുള്ള പണിയല്ല ക്ലീനിങ്ങും കാര്യങ്ങളും. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കത് അപ്പോഴേക്കപ്പോൾ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ സിമെൻറ്റിൻ്റെ പൊടിയല്ലേ ഫുള്ളിങ്ങനെ പാറിയിട്ട് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പിള്ളമാരെല്ലാം ഇവിടെ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. ആദമോനുണ്ടില്ലേ എണിച്ചിട്ട് ഓനോ എൻ്റെ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഓരോട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ട് ഇതാക്കിയതാണ്. അങ്ങനെ ജമ്മു അന്നു അർമാനെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ദുവാ മോളോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിട്ടാ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വലിയ പണി വരാൻ പോകുന്നുണ്ട്. കിച്ചണിൽ മേലെ പാർപ്പെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തിട്ട് അവിടെ വേറെ തേക്കാനും പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ അങ്ങനത്തെ എല്ലാം എന്തെല്ലോ പണിയെല്ലാം ഉണ്ട്. അന്ന് രാത്രിയിലേക്ക് നമുക്ക് പുട്ടാണ്. ഞാനിത് വെള്ളത്തിന് പകരമല്ല, ഇപ്പോൾ 1/4 ഭാഗം വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ 1/4 ഭാഗം പാലെടുത്തിട്ട് അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് കുഴച്ചിട്ടുണ്ടായത്. നല്ല സോഫ്റ്റ് ഉണ്ടായിന് പുട്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിന്. പിന്നെ തേങ്ങ വരച്ചിട്ടുണ്ടായിട്ട് ആ ഒരു ടൈമിൽ കരിക്കും അത് വെച്ചിട്ട് നല്ല പണിയെല്ലാം ഷെയ്ക്കും കൂടി ഉണ്ടാക്കിയിട്ടിങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ പണിയെല്ലാം കിട്ടാൻ പോകുന്നുണ്ട് അത്ര. ഇനി ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കണം. എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട് അത്ര. ഇപ്പോൾ പിന്നെ എന്തായാലും പെയിൻറ്റിങ്ങിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. മേലെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടന്നിട്ടുണ്ടെന്ന് അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ തേച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന വേറെ ലൈക്ക് ബട്ടണും അതേപോലെ തന്നെ ചെറിയൊരു കമൻറ്റ് എന്തായാലും പ്രശ്നമില്ല ഒന്നിട്ടിട്ട് സപ്പോർട്ട് ആക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.